കനത്ത മഴയിൽ ചോർന്നൊലിക്കുകയാണ് പുതിയ പാർലമെന്റ് മന്ദിരം. കോടികൾ മുടക്കി നിർമ്മിച്ച മന്ദിരം ചോർന്നൊലിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിച്ചു. ഈ അവസരം മുതലാക്കി മന്ദിരത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണത്തിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് MP മണിക്കം ടാഗോർ. അദ്ദേഹം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാർലമെന്റ് കെട്ടിടം ചോർന്നൊലിക്കുന്നതിന്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പാർലമെന്റ് ലോബിക്ക് അകത്തും പ്രസിഡന്റ് പാർലമെന്റിലേക്ക് വരുന്ന വഴിയിലും ചോർച്ചയുണ്ടെന്ന് അദ്ദേഹം നോട്ടീസിൽ പറയുന്നു. നിർമ്മാണം പൂർത്തിയായി 1 വർഷത്തിനകം കെട്ടിടത്തിൽ ചോർച്ചയുണ്ടായത് ഗൗരവമായി കാണണമെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. കെട്ടിടം വിശദമായി പരിശോധിക്കാൻ എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കണം. ചോർച്ചയുടെ കാരണവും നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളും വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമായ അറ്റകുറ്റപ്പണികൾ കമ്മിറ്റി നിർദ്ദേശിക്കണമെന്നും മണിക്കം ടാഗോർ നോട്ടീസിൽ പറയുന്നുണ്ട്. പുതിയതിനേക്കാൾ നല്ലത് പഴയ പാർലമെന്റ് മന്ദിരമാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പറഞ്ഞു. പുതിയ മന്ദിരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ പഴയ മന്ദിരത്തിലേക്ക് മടങ്ങുന്നത് ആലോചിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. BJP സർക്കാരിന്റെ കാലത്ത് പുതുതായി നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളുടെയും മേൽക്കൂര ചോർന്നൊലിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ഡിസൈൻ മൂലമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ആളുകൾ ചോദിക്കുന്നെന്നും അഖിലേഷ് പരിഹസിച്ചു. 20,000 കോടി രൂപ ചിലവിൽ കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന സെൻട്രൽ വിസ്ത പ്രൊജക്ടിന്റെ ഭാഗമായാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത്. 2023 മെയ് 28-നാണ് പുതിയ മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 20 പ്രതിപക്ഷ പാർട്ടികൾ അന്ന് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു. സ്വയം പ്രകീർത്തിക്കുന്ന സ്വേച്ഛാധിപതി പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തുവെന്നായിരുന്നു കോൺഗ്രസ് ഇതിനെ പരിഹസിച്ചത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സവർക്കർ സദനം എന്ന് പേരിടണമെന്നും സെൻട്രൽ ഹാളിനെ മാപ്പുമുറി എന്ന് വിളിക്കണമെന്നും പരിഹസിച്ചാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി എത്തിയത്. മെയ് 28-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്നറിയിച്ച് ക്ഷണക്കത്ത് നൽകിയതോടെയാണ് രാഷ്ട്രീയ വിവാദത്തിന് വഴിയൊരുക്കിയത്. പരമോന്നത ഭരണഘടനാ അധികാരി എന്ന നിലയിൽ രാഷ്ട്രപതിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വാദിച്ചു. മാത്രമല്ല, ഉദ്ഘാടന തീയതിയും വിമർശനത്തിന് കാരണമായി. BJPയുടെ ഏറ്റവും വലിയ ഐക്കണുകളിൽ ഒരാളും സംഘപരിവാര ഹിന്ദുത്വ സൈദ്ധാന്തികനും ഗാന്ധി വധക്കേസ് പ്രതിപട്ടികയിൽ നിന്ന് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുകയും ചെയ്ത VD സവർക്കറുടെ ജന്മദിനമാണ് മെയ് 28 എന്നാണ് ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുത്ത തീയതി എന്നാണ് കോൺഗ്രസ് വാദിച്ചത്. ഇത് വലിയ വിവാദമാണ് അന്നുണ്ടാക്കിയത്. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനത്തിന് രാഷ്ട്രപതിയെയും നേരത്തെ ശിലാസ്ഥാപനത്തിന് അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ക്ഷണിക്കാതിരുന്നത് BJPയുടെ സമീപനത്തിന് ഉദാഹരണമാണെന്ന് കോൺഗ്രസ് അന്ന് വിമർശിച്ചതും ശ്രദ്ധേയമായിരുന്നു. ഇന്ന് പാർലമെന്റിലെ ചോർച്ച ഒരു വലിയ ബോംബ് പോലെ പൊട്ടിക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി.